1974-77 കാലത്താണ് ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചത്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു പഠനം. 1975 ജൂൺ മാസത്തിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അന്ന് ചെറിയ കുട്ടികളായ ഞങ്ങൾക്ക് പോലും രാഷ്ട്രീയം എന്നുള്ളത്, അധികാരം എന്നുള്ളത് തൊട്ടറിയാവുന്ന ഒരു കാര്യമായി മാറുകയായിരുന്നു. കാണുന്ന ലോകത്തിന് വലിയ മാറ്റം. മീറ്റിങ്ങുകളില്ല, പൊതുപ്രകടനങ്ങളില്ല, ധർണകളില്ല, ജാഥകളില്ല, പോസ്റ്റർ പ്രചരണം സാധ്യമല്ല, പത്രങ്ങളുടെ ഭാഷയിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നു. സ്കൂളിൽ സമരങ്ങളില്ല, എവിടെയും സമരങ്ങളില്ല. വണ്ടികൾ കൃത്യമായി ഓടുന്നുവെങ്കിലും ഒരു അസ്വാസ്ഥ്യം മൂടൽ മഞ്ഞ് പോലെ എവിടെയും പരക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അധികാരം പോലീസിലൂടെ അതിഭീകരമായ നിലക്ക് പ്രയോഗിക്കുന്നതായിട്ട് ഞങ്ങൾ കൊച്ചുകുട്ടികൾ തന്നെ തിരിച്ചറിഞ്ഞു. 3-4 ആൾക്കാർ ഒന്നിച്ച് റോഡിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് പോലീസ് വണ്ടി വന്ന് അവരെ ഭീഷണിപ്പെടുത്തുന്നതും മർദ്ദിക്കുന്നതുമൊക്കെ വാർത്തകളായി ഞങ്ങൾ അറിയുന്നുണ്ട്. അക്കാലത്ത് ഞങ്ങളുടെ മലയാള അധ്യാപകൻ YMC കുഞ്ഞികൃഷ്ണക്കുറുപ്പ് മാഷായിരുന്നു. അദ്ദേഹം എൻ്റെ അച്ഛന്റെ സഹപാഠിയാണ്. വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. ജ്ഞാനാർത്ഥിയായി തന്നെ ജീവിച്ച് മുന്നേറുകയാണ് അദ്ദേഹം MA പരീക്ഷയ്ക്ക് പ്രൈവറ്റായി പഠിക്കാനായി തൃക്കരിപ്പൂർ ടൗണിൽ തന്നെയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിലുള്ള ഒരു മുറിയിൽ താമസിക്കുന്ന കാലമാണ്. ചിലപ്പോൾ സ്കൂളിലെ ക്ലാസ്സുകൾ കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോകും. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമായിരുന്നു. 2 കാരണമുണ്ട്. ഒരു കാരണം, അദ്ദേഹത്തിന്റെ ഒരു സഹപാഠിയുടെ മകനാണ് ഞാൻ എന്നുള്ളതാണ്. ഞാൻ ക്ലാസ്സിൽ സംശയമൊക്കെ ചോദിക്കുന്ന കുട്ടി ആണ് എന്നുള്ളതാണ് രണ്ടാമത്തെ സ്നേഹത്തിന്റെ കാരണം. അപ്പൊ അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് ഒരു ദിവസം NV കൃഷ്ണവാര്യരുടെ ഒരു പുസ്തകം ഞാൻ കാണുന്നുണ്ടായി. അത് മറിച്ചു നോക്കി അവിടെ വെച്ചു. അദ്ദേഹത്തിന് പഠിക്കാനുള്ള പുസ്തകമാണ്. അപ്പൊ പെട്ടെന്ന് NV കൃഷ്ണവാര്യരെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി. NV കൃഷ്ണവാര്യർക്ക് പണ്ട് നല്ല കൊമ്പൻ മീശ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അതിന് തുടർച്ചയായിട്ട് അദ്ദേഹം പറഞ്ഞു, NV ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ധീരമായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. അദ്ദേഹത്തിന് കോഴിക്കോടിന് തൊട്ട് തെക്കുള്ള ഫറോക്കിൽ രഹസ്യമായി പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രം ഉണ്ടായിരുന്നു. സ്വതന്ത്ര ഭാരതം എന്നാണ് ആ പത്രത്തിന്റെ പേര്. ആ പത്രം കല്ലച്ചിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്ന ഒന്നായിരുന്നു. പോലീസ് ആ പത്രത്തെ ശ്രദ്ധിച്ചു. ആ പത്രത്തിന്റെ പ്രസാധനം മുടക്കും എന്ന് തോന്നിയ ഘട്ടത്തിൽ തീവണ്ടി മാർഗം അദ്ദേഹം ആ കല്ലച്ച് ഒരു തുണിയിൽ പൊതിഞ്ഞ് ഇങ്ങോട്ട് വടക്കോട്ട് വരികയും കണ്ണൂരിലെത്തുകയും കണ്ണൂർ നഗരത്തിൽ നിൽക്കുന്നത് സുരക്ഷിതമല്ല എന്നറിഞ്ഞ് കണ്ണൂരിന്റെ കിഴക്ക് ഭാഗത്തുള്ള മലയോരമായിട്ടുള്ള ഇരിട്ടിയിലേക്ക് വരികയും ഇരിട്ടി വനപ്രദേശത്ത് വെച്ച് അദ്ദേഹം അതിന്റെ ആ കല്ലച്ച് പത്രം, സ്വതന്ത്ര ഭാരതം എന്ന പത്രത്തിന്റെ പ്രസിദ്ധീകരണം തുടരുകയും ചെയ്തു എന്നൊക്കെ ആവേശപൂർവ്വം കുറുപ്പ് മാഷ് ഞങ്ങളോട് പറഞ്ഞു. എന്നിട്ട് എനിക്ക് പുറത്തിറങ്ങേണ്ട സമയമായിരുന്നു. 5 മണിയാവാറായി. അപ്പോ പതുക്കെ ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് അദ്ദേഹം NVയുടെ 4 വരികൾ കൂടി കേട്ടിട്ട് പോയിക്കോളൂ രാജ എന്ന് പറഞ്ഞിട്ട് ആ കവിത ചൊല്ലി. ആ കവിത ഏതാണ്ട് ഇങ്ങനെയാണ്: ഒറ്റ മനുഷ്യൻ പോലെ മുഷ്ടി ചുരുട്ടി എണീറ്റൊരൻ രാജ്യം, ആലസ്യാന്ധ തമസിൽ പിന്നെയും ആഴുന്നത് ഞാൻ കണ്ടല്ലോ. നിരാശയുടെ സ്വരമുള്ള കവിത. ആ കവിതയുടെ അർത്ഥം ഏതാണ്ടൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ പ്രിയപ്പെട്ട അധ്യാപകനോട് ഒന്നും പറഞ്ഞില്ല. പതുക്കെ ആ കെട്ടിടത്തിന്റെ കോണിപ്പടി ഇറങ്ങി ഞാൻ റോഡിലെത്തി. ഞാൻ തീവണ്ടി പാതയ്ക്ക് അരികിലൂടെ എന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു നടന്നു. ഇതാണ് NV കൃഷ്ണവാര്യരെ കുറിച്ചുള്ള വളരെ മൂർത്തമായിട്ടുള്ള ഒരു ഓർമ്മയുടെ സന്ദർഭം. NV കൃഷ്ണവാര്യരെ ഞാൻ ഒരു തവണ മാത്രമേ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടുള്ളൂ. അത് 1987 1987
മെയ് മാസത്തിൽ കേരള സാഹിത്യ അക്കാദമി കാലടി ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ വെച്ച് ഒരു പൊതു സാഹിത്യ ക്യാമ്പ് നടത്തിയിരുന്നു. നോവൽ ക്യാമ്പ്, കഥാ ക്യാമ്പ് വ്യത്യാസമില്ലാതെ വിവിധ സാഹിത്യശാലകളിൽ പ്രവർത്തിക്കുന്ന യുവ സാഹിത്യകാരന്മാർക്ക് വേണ്ടിയുള്ള ഒരു ക്യാമ്പ്. അതാണ് കാലടിയിൽ വെച്ച് നടന്നത്. ആ ക്യാമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം NV ആയിരുന്നു. NVയെ സ്വാഗതം ചെയ്തുകൊണ്ട് ആ ആശ്രമത്തിലെ അന്നത്തെ സ്വാമിജി ചെയ്ത പ്രസംഗം എനിക്ക് ഓർമ്മയുണ്ട്. അതൊരു പുതിയ വിവരം തരുന്ന പ്രസംഗമായിരുന്നു. NV ആ ആശ്രമത്തിലെ ഒരു പഴയ പ്രവർത്തകനാണ്. സന്യാസിയൊന്നും ആയിരുന്നില്ല. ആശ്രമത്തിൽ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിന്റെ യുവാവായ ഹെഡ് മാസ്റ്ററായിട്ട് NV പ്രവർത്തിച്ചിരുന്നു എന്ന് സ്വാമി പറയുന്നത് ഞങ്ങൾ കൗതുകത്തോടെയാണ് കേട്ടത്. NVയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഒരു വികാരവും ഉണ്ടായില്ല. നിർമ്മമനായി തന്നെ കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നത് അദ്ദേഹം കേട്ടുകൊണ്ടിരുന്നു. ആ ക്യാമ്പിലെ പ്രധാനപ്പെട്ട ആകർഷണം NVയുടെ സാന്നിധ്യം തന്നെയായിരുന്നു. NV ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. പക്ഷെ വളരെ മൃദുവായിട്ട് അഭിപ്രായങ്ങൾ പറയുകയും ക്യാമ്പംഗങ്ങളായ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചില ഉപദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട്. നന്നായി സംഘടിപ്പിക്കപ്പെട്ട ഒരു ക്യാമ്പായിരുന്നു. ONV കുറുപ്പ്, വിഷ്ണു നാരായണൻ നമ്പൂതിരി, M ലീലാവതി, TKC വടുതല, S കുപ്തൻ നായർ തുടങ്ങിയ ആൾക്കാരൊക്കെ ആ ക്യാമ്പിൽ വന്നിരുന്നു. MRBയെ ആദ്യമായിട്ട് ആ ക്യാമ്പിൽ വെച്ചാണ് ഞങ്ങൾ കാണുന്നത്. ആ ക്യാമ്പ് നന്നായിട്ട് അവസാനിച്ചു. ദൂരദർശൻകാർ വന്നിട്ട് ക്യാമ്പംഗങ്ങളുടെ അനുഭവങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തു. അതൊരു ആദ്യത്തെ അനുഭവം എന്നുള്ള നിലക്ക് ഞങ്ങൾക്കൊക്കെ രസമായിരുന്നു. NVയുടെ ചില ചെറിയ തമാശകളൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ തൃപ്തി തോന്നിയ ഒരു ക്യാമ്പാണ് അത്. ഞാൻ അംഗമായി പങ്കെടുത്ത ഒരേ ഒരു സാഹിത്യ ക്യാമ്പും അതാണ്. ആ ക്യാമ്പ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് വരാൻ വേണ്ടിയിട്ട് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയാണ്. ക്യാമ്പ് അംഗമായിട്ട് കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്ന TP വേണുഗോപാലും കൂടെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും അവിടെ വെച്ചാണ് സുഹൃത്തുക്കളായത്. ആ സൗഹൃദം ഇപ്പോഴും തുടരുന്ന ഒരു കാര്യമാണ്. അപ്പൊ വേണുവും ഞാനും കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ട് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ ഞങ്ങള് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച അവിടെ കണ്ടു. അത് NV കൃഷ്ണവാര്യരും അന്ന് വളരെ പ്രമുഖനായിരുന്ന ഒരു നിരൂപകൻ കൂടി വർത്തമാനം പറയുന്നതാണ്. അവർ അവിടുത്തെ പ്ലാറ്റ്ഫോമിലെ ഒരു സിമന്റ് ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് സാഹിത്യ കാര്യങ്ങൾ പറയുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോയി. അത് മര്യാദയല്ല. രണ്ടാളുകൾ സംസാരിക്കുമ്പോൾ ആ സംസാരം കേട്ടുകൊണ്ട് എഴുതി കൂട്ടി അടുത്ത് നിൽക്കുന്ന ഒട്ടും മര്യാദ അല്ല എന്നറിയാം. പക്ഷെ പറയുന്നത് സാഹിത്യ കാര്യങ്ങളായിരിക്കുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. അപ്പൊ അടുത്ത് വന്ന് നിന്നപ്പോ NV ഞങ്ങളെ ശ്രദ്ധിച്ചു. കുറച്ച് നീങ്ങി ഇരുന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ പിന്നെ ഇരുന്ന് കേട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവര് കവിതയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ സംസാരം ഒരു ഘട്ടത്തിൽ വള്ളത്തോളിനെ കുറിച്ച് ഉള്ളതായിട്ട് മാറി. വള്ളത്തോൾ കവിതയെ കുറിച്ച് സാമാന്യമായിട്ട് നമുക്ക് അറിയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അന്ന് ഞങ്ങൾക്ക് 10-25 വയസ്സുണ്ട്. വളരെ ചെറിയ കുട്ടികളൊന്നും അല്ല, നവയുവാക്കളാണ്. അപ്പൊ ഞങ്ങള് വള്ളത്തോളിനെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളൊന്നും അല്ല NV പറയുന്നത്. തീർത്തും പുതിയ കാര്യങ്ങൾ, വാക്കിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, പദശൈലിയെ കുറിച്ച്, ചില പുതിയ നിരീക്ഷണങ്ങളെ കുറിച്ചൊക്കെയുള്ള വളരെ എൻലൈറ്റനിങ് എന്ന് പറയാവുന്ന പുതിയ വെളിച്ചം പകരുന്ന കാര്യങ്ങളാണ് NV നിരൂപകരോട് പറയുന്നത്. നിരൂപകരായിട്ടൊന്നും പറയുന്നില്ല. NV പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഘട്ടത്തിൽ അവരുടെ വർത്തമാനം വളരെ സവിശേഷമായ ഒരു വള്ളത്തോൾ കവിതയിൽ എത്തിച്ചേർന്നു. അത് മഗ്ദലന മറിയം എന്ന കവിതയാണ്. ഈ മഗ്ദലന മറിയത്തെ കുറിച്ച് NV സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അതിന്റെ ആ കവിത എഴുതാനുണ്ടായ സാഹചര്യം, അത് കേരളത്തിൽ അത് പുറത്തു വന്ന കാലത്ത് എങ്ങനെയാണ് സ്വീകരിക്കപ്പെട്ടത് എന്ന കാര്യം, അത് കേരളത്തിലെ ഹിന്ദു സമുദായം എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന കാര്യം, ബൈബിളിന്റെ സ്വാധീനം അതിലെ ഭാഷയിൽ സൂക്ഷ്മമായിട്ട് എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന കാര്യം, അതേസമയം വള്ളത്തോളിൽ വളരെ ലീനമായിട്ടുള്ള ഇന്ത്യൻ കാവ്യ പാരമ്പര്യം, അതിലെ മേരിയുടെ ചിത്രണത്തിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തിയത് എന്ന കാര്യം, അതിലെ ദർശനം, ഇങ്ങനെ വളരെ വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ ഒരു തയ്യാറാക്കിയ പ്രബന്ധം അവതരിപ്പിക്കുന്ന പോലെ NV ഇങ്ങനെ അടുക്കും ചിട്ടയോടും കൂടി പറയുകയാണ്. ഞങ്ങളുടെ അനുഭവത്തോടു കൂടി ആ അവതരണം ശ്രദ്ധിച്ചു. സൗഹൃദ സംഭാഷണമാണ്, പക്ഷെ അതൊരു ഇന്റലക്ച്വൽ ഡിസ്കോഴ്സ്, ദൈക്ഷണികമായ വ്യവഹാരം പോലെയാണ് ഞങ്ങൾ കേട്ടത്. ഈ നിരൂപകൻ തന്റെ ചെവിയിലൂടെ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഞങ്ങൾ സങ്കല്പിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വടക്കോട്ടുള്ള വണ്ടി വന്നു.
എന്നിട്ട് ഞങ്ങൾ ആ വണ്ടിയിൽ കയറിയിട്ട് നാട്ടിലേക്ക് വരികയും ചെയ്തു. ഈ ഓർമ്മ വളരെ സവിശേഷമാണ്. ഒരു മനുഷ്യന്റെ അറിവിന്റെ ആവിഷ്കാരം, അതിലെ ലാളിത്യം, അതിലെ ഒരുതരം നിർമ്മമത, ഇതൊക്കെ വേണുവും ഞാനും ശ്രദ്ധിച്ചു. അപ്പൊ എൻവിയെ കുറിച്ച് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചിത്രത്തിന് അന്ന് വലിയ മിഴിവ് കിട്ടുകയുണ്ടായി. ഇദ്ദേഹം നമ്മൾ പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിനും അപ്പുറത്തെ ജ്ഞാനിയാണ്, സൗഹൃദത്തിന്റെ വെളിച്ചം പരത്തുന്ന ആളാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ എൻവിക്ക് ഏതാണ്ട് ഒരു ഹീറോ പദവി ആ സന്ദർഭം കൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുകയുണ്ടായി. ഇവിടെ വേണമെങ്കിൽ കഥ അവസാനിപ്പിക്കാം, ഈ ഓർമ്മയുടെ അവതരണം അവസാനിപ്പിക്കാം. പക്ഷെ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് മാത്രമേ അവസാനിപ്പിക്കാൻ പറ്റൂ. വള്ളത്തോളിന്റെ മഗ്ദലന മറിയത്തെ കുറിച്ച് 1-2 വർഷത്തിനുള്ളിൽ ഒരു പുസ്തകം പുറത്തു വരികയുണ്ടായി. ആ പുസ്തകം എഴുതിയത് എൻവിയുടെ കൂടെ സിമന്റ് ബെഞ്ചിലിരുന്ന് കാര്യങ്ങൾ കേട്ട നിരൂപകനാണ്. അദ്ദേഹത്തിന്റെ പേര് പറയാൻ എനിക്കിപ്പോ താല്പര്യമില്ല, അത് പറഞ്ഞുകൂടാ. ആ പുസ്തകം പുറത്തു വന്നു. ആ പുസ്തകം കയ്യിലെത്തിയപ്പോ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ആ പുസ്തകത്തിലെ മിക്കവാറും കാര്യങ്ങൾ ആലുവയിലെ ആ സായാഹ്നത്തിൽ എൻവി പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ഒരു കടപ്പാട് രേഖപ്പെടുത്താതെ അത് മുഴുവൻ ഈ നിരൂപകൻ ഉപയോഗിച്ചിട്ടാണ് ആ പുസ്തകം, അത്ര വലിയ പുസ്തകമൊന്നുമല്ല, ആ പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിന്റെ പേര് ഞാൻ പറയാൻ സന്നദ്ധനല്ല. അത് വാസ്തവത്തിൽ എൻവിയുടെ പുസ്തകമാണ്. എൻവിയോടുള്ള കടപ്പാടൊന്നും രേഖപ്പെടുത്തിയായിട്ട് തോന്നുന്നില്ല. പക്ഷെ എൻവിയുടെ ഒരു എന്താ പറയാ, ഒരു ഒരുക്കവുമില്ലാതെ പുതിയ ഉൾക്കാഴ്ചകൾ അവതരിപ്പിക്കാനുള്ള എൻവിയുടെ ശേഷിയുടെ ഒരു വലിയ വലിയ ഒരു രേഖയായിട്ടാണ്, പ്രമാണമായിട്ടാണ് ഞാൻ ആ പുസ്തകം കാണുന്നത്. വേണുവും അങ്ങനെ തന്നെ കാണുന്നുണ്ടാവുക. കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഈ സംഭാഷണം കേട്ടത്. ഞങ്ങൾക്ക് ഈ പുസ്തകത്തിന് മറ്റൊരു രചയിതാവ് ഉണ്ട്, എൻവിയാണ് ആ പുസ്തകത്തിന് യഥാർത്ഥ രചയിതാവ് എന്ന രഹസ്യം അറിയുകയുള്ളൂ. മര്യാദയുടെ പേരിൽ ഞാൻ ആ പുസ്തകത്തിന്റെ പേരോ ആ നിരൂപകന്റെ പേരോ ഇവിടെ പരസ്യപ്പെടുത്തുന്നില്ല. പക്ഷെ അങ്ങനൊരു അനുഭവമുണ്ട്. ആ അനുഭവത്തിലൂടെ എൻവിയുടെ അറിവിന്റെ വലുപ്പം ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു. അത് ഞങ്ങൾക്ക് പുതിയ പ്രസരിപ്പും ഉത്സാഹവും ഒക്കെ നൽകുകയുണ്ടായി എന്നുകൂടി ഓർമ്മിക്കുന്നു. എൻവിയുടെ ഉജ്ജ്വലമായ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ.